കുറച്ച് ദിവസമായിട്ട് ആകെ മൊത്തത്തിലൊരു സുഖമില്ല. എന്താണെന്നറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം സെറ്റാണ്, ഒരു കുഴപ്പമില്ലെന്ന്. നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഒരു തൊണ്ടവേദന വന്നാൽ വാം ലിക്വിഡ്സ് കഴിക്കാനല്ല പറയുക, അവർ പറയും പോയിട്ടൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മക്ടിയിലോട്ട് പോയി. മക്ഫ്ലറിയും പുട്ടീനും അകത്താക്കണം, അതാണ് ലക്ഷ്യം. കാനഡയിലെ ദേശീയ ഭക്ഷണമായ പുട്ടീനാണ് ഞാൻ ഈ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്തേക്കുന്ന ഒരു ഐറ്റം. മേടിച്ച ഐറ്റംസിന് പുറമെ ഏട്ടൻ്റെ സാൻഡ്വിച്ചും ഫ്രൈസും കൂടി അകത്താക്കിയപ്പോഴേക്കും എൻ്റെ ടമ്മി ഹാപ്പി. എന്നോട് കുറേ പേര് ചോദിച്ചു മൈലോൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ. ഓവർലി അറ്റാച്ച്ഡാണ് അവൻ. ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ ഫോളോ ചെയ്ത് നടക്കലാണ് അവൻ്റെ പരിപാടി. എൻ്റെ കാലിൻ്റെ അടുത്താണ് അവൻ്റെ കിടപ്പ്, ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ അവനവിടെ ഉണ്ടാവും. എവിടെ തിരിഞ്ഞാലും ദേ അവിടെ ഉണ്ട് മൈലോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടപ്പ്, അത് നിർബന്ധമാണ്. പിന്നെ കുറച്ച് അടക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ. ഇനിയൊന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ പനിയും ജലദോഷവും ഒക്കെ പമ്പ കിടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എൻ്റെ ഈ പോക്ക്. എന്താവുമെന്ന് കണ്ടറിയാം.